യമുനാസ് വ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനും എൻ്റെ അമ്മയും കൂടി ചെറിയ ചെറിയ പണികളൊക്കെ ഉണ്ട്. സവാളയുടെ കുഞ്ഞ് സവാള നടാൻ പോവാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ തുടങ്ങാം. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് കുഞ്ഞ് സവാള 3 കിലോ 100 രൂപയ്ക്ക് കിട്ടിയതാണ്. അപ്പോൾ ഞാൻ ഫ്രിഡ്ജ് കയറ്റി വെച്ചപ്പോൾ ഇത് ഇത്രയും മുള വന്നു. അപ്പോൾ ഒരാഴ്ചയായി പുറത്തിറക്കി വെച്ചിട്ട്. അപ്പോൾ നമുക്കിത് നടാം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് മണ്ണ് ഒരുക്കാം കേട്ടോ. കരിയിലാണ് ഞാൻ നിറച്ച് വെച്ചേക്കണത്. 2 ചാക്കിലായിട്ടാണ് നിറച്ച് വെച്ചേക്കണത്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് മണ്ണിട്ട് കൊടുക്കാം. നമുക്ക് ഈ ചാക്കിലേക്ക് കുറച്ച് മണ്ണിട്ട് കൊടുക്കാം. പൊടി ഇട്ട് കൊടുക്കാം. മൂന്ന് ചട്ട ചാണകപ്പൊടി ഇട്ടുണ്ട് കേട്ടോ. നല്ല വളമുള്ള മണ്ണാണ്. ഞാൻ പാവലം തൈ നട്ട് പാവയ്ക്കൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോൾ ആ മണ്ണാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല ആട്ടുംകാട്ടൊക്കെ പൊടിഞ്ഞ മണ്ണാണ്. നല്ല ഫലഭൂയിഷ്ഠമുണ്ട്. ഇത്തിരി എല്ലുപൊടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്യാം. ഇനിയിപ്പോൾ ഈ ചെടിക്ക് അധികം വളത്തിൻ്റെ ആവശ്യമില്ല. അത്രയ്ക്ക് ഫലഭൂയിഷ്ഠമുള്ള മണ്ണാണ്. നമ്മളിതൊന്ന് കൂട്ടി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സവാള തൈകൾ നട്ടു കൊടുക്കാം. ചെറിയ കുഴികൾ മാന്തിയിട്ടാണ് നട്ടു കൊടുക്കണേ. രണ്ടെണ്ണത്തിലാണ് ഞാൻ മണ്ണ് മാന്തിയോളൂ. ചാക്കിൽ മണ്ണ് നിറച്ചിട്ടുള്ളൂ. ഇത് കുഞ്ഞ് സവാള ആയതുകൊണ്ട് നമുക്ക് ഒരു 10 എണ്ണമെങ്കിൽ നട്ടു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇത് നട്ടേന് അത്രയും മണ്ണിട്ട് കൊടുക്കാം. ആ ഉള്ള മണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സവാളയുടെ നട്ടലങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത ചാക്കിൽ നട്ട് കൊടുക്കാം. നമുക്ക് വീണ്ടും ആ നേരത്തെ നട്ട ചാക്കിലേക്ക് 2-3 കൂടി നട്ടു കൊടുക്കാം. ഇനി വേറെ ചാക്ക് നിറയ്ക്കാനുണ്ട്. ഇപ്പോൾ പറ്റില്ല, ചാക്കില്ല. ഇനി ഇത്ര നട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ തണലിലാണ് നട്ടേക്കണേ. നമുക്ക് നല്ലോണം മുളച്ച് വന്നതിന് ശേഷം വെയിലത്തേക്ക് എടുത്ത് വയ്ക്കാം. അപ്പോൾ നമ്മുടെ സവാള ചാക്ക് നട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് 2 സവാളയുണ്ട്. അത് ഇനി മണ്ണ് നിറച്ചിട്ട് വേണം നമുക്ക് അടുത്ത ദിവസം നടാം. എൻ്റെ അമ്മ ചാണകപ്പൊടി തക്കാളിക്ക് ഇട്ട് കൊടുക്കുകയാണ്. തക്കാളി ഇതേ ചെറുതായിട്ട് പൂവ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഫസ്റ്റ് വളം ചെയ്തോളൂ. 2ാമത്തെ വളം ഇടാൻ പറ്റിയില്ല. അതിന് മുമ്പ് തക്കാളി പെട്ടെന്ന് കറി വെച്ചു. കൊടുക്കാം. ഭയങ്കര വെയിലാണ്. അന്നേരം മുളക് തൈ വാടിയിട്ടാണ്. ഇന്ന് കാലത്ത് വെള്ളം ഒഴിക്കാൻ പറ്റിയില്ല. ഇനിയിപ്പോൾ വെള്ളം ഒഴിച്ചു. വെയിലാണ്. മുളക് തൈക്ക് ഇത്തിരി വാട്ടമുണ്ട്. അപ്പോൾ അത് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കാണ്. തക്കാളിക്ക് വെള്ളം ഒഴിക്കാണ്. തക്കാളിയൊക്കെ പൂത്തി തുടങ്ങിയിട്ടുണ്ട്. 2 തക്കാളിയുടെ പൂത്തി തുടങ്ങിയിട്ടുണ്ട്.
ആ തക്കാളിയൊക്കെ പൂത്തി തുടങ്ങി എന്താ